ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധത്തിനെ പറ്റിയിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ചിലർ മാനുഷിക പരിഗണന കാണിക്കണമെന്ന് പറയുന്നുണ്ട്, ചിലർ അല്ലാത്ത രീതിയിൽ ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊക്കെ കണ്ടുപിടിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പണി കിട്ടുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയുണ്ട്. എന്നാൽ നമ്മൾ വളരെ വിഷമത്തിലുള്ള ഒരു സംഗതിയാണ്. നമ്മളുടെ തന്നെ പൗരന്മാരെ ഒരു കാരണവുമില്ല അകാരണമായി വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ വന്ന് വെടിവെച്ച് കൊന്നിട്ട് പോകുന്നത്. ഇത് സെക്കൻഡ് ടൈമാണ്, ഫസ്റ്റ് ടൈം അല്ല. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 200 പേരോളം മരണപ്പെട്ട ഒരു സംഭവം. അന്ന് നമ്മൾ മൗനമായിട്ടിരുന്നു. പക്ഷേ ഇനിയും നമ്മളുടെ മൗനം അവർക്കത് ഹെൽപ്ഫുൾ ആകുന്നു എന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ മൗനം നമ്മൾ ഖണ്ഡിക്കേണ്ടതുണ്ട്. അത് തിരിച്ച് അതിന് മറുപടി കൊടുക്കേണ്ട ഒരു അവസരമുണ്ട്. അപ്പോൾ ഇത് യുദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യുദ്ധം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ഭയങ്കരമായ യുദ്ധത്തിലേക്കൊന്നും പോകില്ല. നമ്മളെ ഉപദ്രവിച്ചാൽ തിരിച്ച് നമ്മൾ ഉപദ്രവിക്കുമെന്നൊരു അറിയിപ്പ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മറ്റെന്തോ ചതി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് കൃത്യമായി നമുക്ക് അറിയാത്തടത്തോളം നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ബേസിക്കലി ഇതിലെന്തോ പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ട ഒരു വീഡിയോ ഞാനിവിടെ ചേർത്ത് വയ്ക്കുകയാണ്, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. എനിക്ക് ഏകദേശം ഇതൊക്കെ ആരുടെയൊക്കെയോ പ്രീ പ്ലാനഡ് പരിപാടിയാണ്. ഇതിനകത്ത് നല്ല കൈകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതിയാകും. നമ്മുടെ ലോകത്തിൽ ഏതൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, അതിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഉക്രൈൻ റഷ്യ ആയിക്കോട്ടെ, ഇസ്രായേൽ പാലസ്തീൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആരൊക്കെ എപ്പോഴൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ജയിക്കുന്ന ഒരു ടീമുണ്ട്. അതായത് ഏത് രാജ്യം ആയിക്കോട്ടെ പ്രശ്നമില്ല, ജയിക്കുന്നത് ഇവരായിരിക്കും. അതേതാ ടീം എന്നറിയോ? പൊളിറ്റീഷ്യനോ ആ രാജ്യത്തെ നാട്ടുകാരോ ഒന്നുമല്ല, ഇത് വേറെ തന്നെ ഒരു ടീമാണ്. ഇവരിനെ വിളിക്കുന്ന പേരാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. ബേസിക്കലി കുറെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. മനസ്സിലാക്കിയ എളുപ്പത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ എടുക്കാം. നമ്മുടെ പെഹൽഗാമിലെ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 26 റഫേൽ എയർക്രാഫ്റ്റ്സ് ഫ്രാൻസിൽ നിന്ന് മേടിക്കാനും അതുപോലെ ഈ നേവിക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് കുറെ ടെക്നോളജി മേടിക്കാൻ 26 റഫേലിന് $7.6 ബില്യൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. 64,000 കോടി രൂപയായിട്ട് വരും കൺവേർട്ട് ചെയ്യുമ്പോൾ. അതേപോലെ അമേരിക്ക ആയിട്ടുള്ള ഡീല് $131 മില്യൺ ആണ്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,000 കോടി രൂപയായിട്ട് വരും. മൊത്തത്തിൽ 65,000 കോടി രൂപന്റെ ചെലവാണ് നമുക്ക് ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം. അപ്പൊ അതിനിപ്പോ എന്താ, നമ്മൾ ഫ്രാൻസിലെ ഗവൺമെന്റിന്റെ അടുത്തല്ലേ ഡീൽ സൈൻ ചെയ്ത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ അവര് പറ്റിക്കുന്നത്. ഡെസോ ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ് റഫേൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ അമേരിക്കൻ കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ട്. ലോക്കീഡ് മാർട്ടിൻ, RTS കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് പേരുണ്ട് അവർക്ക്. ഒരു ഗവൺമെന്റ് മൊത്തത്തിൽ ഇരുന്നിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുക ചെയ്യില്ല. അവരെല്ലാം പ്രൈവറ്റൈസ്ഡ് ആണ്. അമേരിക്ക ഉക്രൈന് $1 ബില്യൺ കൊടുത്തു എന്നൊക്കെ പറയില്ലേ, ഇത് ചുമ്മാ പൈസ ആയിട്ട് കൊടുക്കുകയല്ല, എക്യുപ്മെന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കൻ കമ്പനീസിന് കൊടുക്കും, അത് ആ എക്യുപ്മെന്റ്സ് അവർ ഉക്രൈനിക്ക് എത്തിക്കും. ആർക്കാണ് അവിടെ ലാഭം? കമ്പനീസിന്. ഇനി മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഡേഞ്ചറസ് ആവണം. അവർ കളി കളിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഒരു എക്സാമ്പിളോടെ പറഞ്ഞാൽ എളുപ്പം അത് മനസ്സിലാവും. നിങ്ങളൊരു ഹോസ്പിറ്റൽ ഓണറാന്ന് വിചാരിക്കുക, ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഓണർ. ഒരുത്തൻ രാവിലെ എനിക്ക് വന്ന് പറയാണ് ന്യൂസിൽ, ഞാനൊരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്യാൻസറിന്, നാളെ മുതൽ അത് മാർക്കറ്റിലെത്തും, മറ്റന്നാൾ മുതൽ ഇനി ക്യാൻസർ പേടിക്കണ്ട എന്ന് പറയാണ്. നിങ്ങളൊരു 1,000 കോടി മുടക്കിയിട്ടായിരിക്കും ആ ഹോസ്പിറ്റൽ പണിത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? അയാളെ അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യും. ഇപ്പൊ എല്ലാവർക്കും അസുഖം ഇല്ലാതെ എല്ലാവരും സമാധാനമായിട്ട് പോവുകയാണെങ്കിൽ ഇത്തരം കമ്പനികൾ എപ്പോ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇവർക്ക് എന്ത് വേണം? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം, എന്നാലല്ലേ ഇതൊക്കെ വിറ്റുപോളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ ആര് മേടിക്കാനാണ്? സംഭവം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സംവെയർ ആർക്കൊക്കെയോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരിത്. അപ്പോൾ പലരും പാലസ്തീനെയും ഇസ്രായേലിനെയൊക്കെ വെച്ച് കമ്പാരിസൺ നടത്തിയിട്ട് അതിനെയൊക്കെ പറ്റി പറയുന്നത് ശരിയാണ്. യുദ്ധങ്ങൾ ഒരിക്കലും സപ്പോർട്ടില്ല, ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ചിലയിടങ്ങളിൽ അനിവാര്യമാണ് ഈ യുദ്ധം എന്നുള്ളതാണ് വസ്തുത. അത്തരം യുദ്ധങ്ങൾ ഉണ്ടായാൽ മാത്രമേ ചിലർക്ക് ചിലത് മനസ്സിലാവുകയുള്ളൂ. പാകിസ്ഥാനിക്ക് ഇച്ചിരി മണിയല്ല അസുഖം, അവരുടെ അസുഖത്തിന് ശരിക്കും നല്ല മെഡിസിനാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടത് മുൻപേ ചെയ്യേണ്ടിയിരുന്നു. അവരാണ് ചെയ്തതെങ്കിൽ, അല്ല എങ്കിൽ ഫ്ലോപ്പ് ഐഡിയയാണ്. കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.